ഗൈസ് ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിച്ചിരിക്കാൻ മാത്രം സമയം നമ്മളെ കയ്യിലില്ല. കാരണം ചെറിയൊരു യുവത്വം മാത്രമേ നമുക്കുള്ളൂ, പക്ഷേ ഒരുപാട് എമണ്ടൻ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ ഈ സമയത്ത് നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നീ പോകുമോ, വരുമോ, എടുക്കുമോ, എന്തിനെടുക്കും, എവിടെ പോകും, എങ്ങനെ പോകും, അങ്ങനെയുള്ള ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ പുസ്തകം വെച്ചിട്ട് സിമ്പിളായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ കൂടെ പറയണേ. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ എന്ന് ചോദിക്കാം. ഷാലൈ? ഓക്കെ, യെസ്. അവൻ പുസ്തകം എടുക്കും. ഹീ വിൽ ടേക്ക് ദ ബുക്ക്. ഓക്കെ, എന്നാൽ അവൻ പുസ്തകം എടുക്കുമോ എന്നങ്ങനെ ചോദിക്കുക. വിൽ ഹീ ടേക്ക് ദ ബുക്ക്. എന്നാൽ നീ പുസ്തകം വായിക്കുമോ എന്നങ്ങനെ ചോദിക്കുക. നീ പുസ്തകം വായിക്കും എന്നുള്ളതിന് യു വിൽ റീഡ് ദ ബുക്ക്. ഓക്കെ, എന്നാൽ അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നീ പുസ്തകം വായിക്കുമോ എങ്ങനെ പറയാം, നിങ്ങൾ പറ. ഓക്കെ, ഇനി നീ എന്തെടുക്കും? വാട്ട് വിൽ യു ടേക്ക്? വാട്ട് വിൽ യു ടേക്ക്? ഓക്കെ, എങ്കിൽ നീ എന്ത് വായിക്കും എന്ന് ചോദിക്കുക, നിങ്ങൾ പറ. ഇനി ആര് പുസ്തകം എടുക്കും? ഹൂ വിൽ ടേക്ക് ദ ബുക്ക്? ഓക്കെ, എന്നാൽ ആര് പുസ്തകം വായിക്കും, നിങ്ങൾ പറ. ഓക്കെ, ഇനി നീ എപ്പോൾ പുസ്തകം കൊണ്ടുവരും? വെൻ വിൽ യു ബ്രിങ് ദ ബുക്ക്? ഓക്കെ, എന്നാൽ നീ എപ്പോൾ പുസ്തകം എനിക്ക് തരും എന്നതിനെ നോക്കുക. നീ എപ്പോൾ പുസ്തകം എനിക്ക് തരും? തരിക എന്നുള്ളതിന് ഗിവ് എന്ന് പറയും. ഓക്കെ, യെസ്. ഇനി ഈ പുസ്തകം നീ എവിടെ നിന്ന് എടുക്കും? വേർ വിൽ യു ടേക്ക് ദ ബുക്ക് ഫ്രം? വേർ വിൽ യു ടേക്ക് ദ ബുക്ക് ഫ്രം? ഓക്കെ, എന്നാൽ നീ പുസ്തകം എവിടെ വെക്കും? വെക്കുക എന്നുള്ളതിന് പുട്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ പറ, ഈ പുസ്തകം എവിടെ വെക്കും? ഓക്കെ, ഇനി ഈ പുസ്തകം നീ എങ്ങനെ കൊണ്ടുവരും? ഹൗ വിൽ യു ബ്രിങ് ദ ബുക്ക്? ഓക്കെ, ഹൗ വിൽ യു ബ്രിങ് ദ ബുക്ക്? എങ്കിൽ ഈ പുസ്തകം നീ എങ്ങനെ മനസ്സിലാക്കും എന്നെ ചോദിക്കുക. ഈ പുസ്തകം നീ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാക്കുക എന്നുള്ളതിന് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, യെസ്. എന്നാൽ ഈ പുസ്തകം നീ എന്തിനാണ് കൊണ്ടുവരുന്നത്? വൈ, എന്തിന് കൊണ്ടുവരും? വൈ വിൽ യു ബ്രിങ് ദ ബുക്ക്? ഓക്കെ, എന്നാൽ ഈ പുസ്തകം നീ എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? ഈ പുസ്തകം നീ എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതിന് ഹൈഡ് എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ പറ. യാ, വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ടാസ്കുകൾ കൊടുക്കാം. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ടാസ്കുകൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് തരാം. ഓക്കെ.